ദാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പുരികം കറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ താടിയും മീശയും കറുപ്പിക്കാനുള്ള ആ ഒരു സാധനം റെഡി ആയി കഴിയുമെന്ന് തന്നെ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പുരുഷന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം, അതായത് പുരുഷന്മാരായിട്ടുള്ള ഏതൊരാൾക്കും ഉള്ള ഒരു ആഗ്രഹം നല്ല കട്ട താടിയും കട്ട മീശയും വേണമെന്നാണ്. പക്ഷേ പകുതി കൂടുതൽ ആളുകൾക്കും ഈ വന്ന കാലഘട്ടത്തിൽ നല്ല കട്ട താടിയും കട്ട മീശയും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഒരു ചെറിയ രോമം, അതായത് നമ്മുടെ പൂച്ചപ്പോടുള്ള രോമം വന്നിട്ട് കട്ടിയില്ല, അത് വല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് മിക്ക ആളുകൾക്കും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനം വെച്ച് നമുക്ക് നല്ല കട്ടി, അതായത് നല്ല കറുത്ത കളറിലേക്ക് നമ്മുടെ ഈ ഒരു താടിയും മീശയും പിരികവും എല്ലാം മാറ്റാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില സ്ത്രീകൾക്കൊക്കെ പിരികം വല്ലാത്ത രീതിയായിരിക്കും, അതായത് നമ്മുടെ ഒരു കാപ്പിപ്പൊടി കളറായിരിക്കും ചിലപ്പോൾ ഈ ഒരു പിരികത്തിൽ നല്ല കറുത്ത കളർ ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും നല്ല കട്ടി കളറിൽ നല്ല കറുത്ത നിറത്തിൽ നമ്മുടെ ഒരു പിരികമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് കൂട്ടം ഐറ്റം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പം ആ രണ്ട് ഐറ്റമാണ് നമ്മുടെ ടേബിളിന് പുറത്തായിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഉലുവ പൊടിയാണ് കേട്ടോ. നമ്മളിത് ഡയറക്റ്റായിട്ട് ഉലുവ എടുത്ത് പൊടിച്ചാണ്, അതുകൊണ്ട് കുറച്ച് തരി കൂടുതലാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഉലുവ നല്ല പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഉലുവ പൊടി മേടിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇനി വേണ്ടുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. ഇത് നല്ല അടിപൊളി കാപ്പിപ്പൊടി, ഒരു രണ്ടും ഓരോ ടീസ്പൂണോളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു നേരം അല്ലെങ്കിൽ 2 നേരം തേക്കാനുള്ള സാധനം മാത്രമാണ് ഇപ്പം കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പിരികത്തിനെ അല്ലെങ്കിൽ താടി നമ്മുടെ മീശയല്ല നമ്മൾ നല്ല കട്ടി കറുപ്പാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടിയിലേക്ക്, ഇത് വളരെ കുറച്ച് 1 ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ്, അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം തന്നെ നമ്മുടെ ഈ ഒരു ഉലുവപ്പൊടി മാറ്റുന്നുണ്ടേ. അതെ, ഞാൻ കുറച്ച് തരി കൂടുതലാണ്, നമുക്ക് തരി വേണ്ട, നമുക്ക് നല്ല ഭസ്മം പോലെ നല്ല നമ്മുടെ പൊടി പോലെ ഇരിക്കണം. അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തമ്മി മിക്സായി കഴിയുമ്പോൾ സാധാരണ നമ്മുടെ ഈ ഉലുവപ്പൊടി പൊടിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഭസ്മത്തിൻ്റെ കളറാണ്, ആ കളർ പോലെ ഇരിക്കും. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് തേക്കാൻ പറ്റും. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് മാത്രം വെള്ളം വേണം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ച വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് മാത്രം ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അളവ് നോക്കി മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കൂടുതൽ ഈ സാധനം ചേർക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് രൂപേണ നമ്മുടെ ഈ ഒരു മിശ്രിതത്തെ മാറ്റാം. ദാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പുരികം കറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ താടിയും മീശയും കറുപ്പിക്കാനുള്ള ആ ഒരു സാധനം റെഡി ആയി കഴിയുമെന്ന് തന്നെ പറയാം. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇത് ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ കുറച്ച് മാത്രം നമ്മുടെ ഈ ഒരു കൈ കൊണ്ട് തന്നെ എടുക്കാം. നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പിരികത്തിലേക്ക് നമുക്ക് തേക്കാം കേട്ടോ. ഇതാ കണ്ടല്ലോ, ഞാൻ പിരികത്തിലാണ് തേക്കുന്നത്. കൂടുതലും സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞതിലോട്ട് പിരികത്തിന് കട്ടി കുറവായിരിക്കും, അതായത് കറുത്ത കളർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ ഒരു രോമം കിളിച്ച് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ തൊലിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മിശ്രിതം നമുക്ക് നന്നായിട്ട് പറ്റണം. നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു വിരലിലെടുത്തിട്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിരികത്തിലേക്ക് പറ്റി കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് താടിയിലാണ്, പുരുഷന്മാർക്ക് താടിയാണ് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് താടിയിലാണെങ്കിലും ഏത് ഭാഗത്താണ് നമുക്ക് ഈ ഒരു കറുത്ത കളർ കൂടുതൽ വേണ്ടുന്നത് അവിടേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കാം. നമുക്ക് ഞാൻ എൻ്റെ കൈ വളരെ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു താടിയിൽ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഒരു കളറില്ലാത്ത ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പെറ്റി പിടിച്ച് കൊടുക്കണം. അത് മാത്രമല്ല, താടി ചിലർക്ക് പാച്ച് ഉണ്ടാവാറുണ്ട്, കൃത്യമായിട്ട് താടി വരാത്ത ഭാഗത്ത്, അതായത് ഇതുപോലൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഭാഗത്ത് നമുക്ക് താടി നല്ല കട്ടിക്ക് വരാനും അവിടെ കിളിച്ച് വരാനൊക്കെ നമുക്ക് ഈ ഒരു സാധനം പറ്റും. നന്നായിട്ട് അവിടെ തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മീശയിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതി. കൃത്യമായിട്ട് എടുക്കുക, നമ്മുടെ മീശയിലേക്ക് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ കാര്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടൊരു 5-10 മിനിറ്റ് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് നമുക്ക് തേക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഇത് വെക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ 7 ദിവസം, അതായത് ഒരു ആഴ്ച കൃത്യമായിട്ട് 1 മണിക്കൂർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒറ്റ ആഴ്ച കൊണ്ട് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അന്നേരം എല്ലാവരും കണ്ടല്ലോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള 2 കൂട്ടം ഐറ്റം വെച്ചിട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞിട്ട് നമുക്ക് പിരികമാണെങ്കിലും നമ്മുടെ താടിയാണെങ്കിലും മീശയിലും നമുക്ക് കറുപ്പിക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വളരെ സമയം കുറച്ച് ഞാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്ക് രാത്രി തയ്ച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. കൂടുതൽ സമയം വെക്കാൻ പറ്റും. പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലയിടത്തും പോകേണ്ടതുകൊണ്ട് നമ്മൾ ചിലപ്പം പെട്ടെന്ന് കളയും. അതുകൊണ്ട് മാക്സിമം രാത്രി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 7 ദിവസം 1 മണിക്കൂർ ചെയ്താണെങ്കിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കറുപ്പ് കളറും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് വരുന്നവരേക്കും നമസ്കാരം.